നമസ്കാരം. ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും പുതുവത്സര ആശംസകൾ. സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വർദ്ധിക്കുന്ന, നിറഞ്ഞു നിൽക്കുന്ന ഒരു വർഷമാകട്ടെ 2024 എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. 2024 ജ്യോതിഷപരമായ ഫലങ്ങൾ നോക്കുകയാണ് എങ്കിൽ ചില നക്ഷത്രക്കാർക്ക് രാജയോഗ തുല്യമായ ഫലങ്ങളാണ് വന്നു ചേരുക. അവർക്ക് വിചാരിക്കാതെ തന്നെ, പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടങ്ങൾ, സൗഭാഗ്യങ്ങൾ ഈ പുതുവർഷത്തിൽ വന്നു ചേരും. എന്നാൽ ചില നക്ഷത്രക്കാർക്ക് ദോഷകരമായ ഫലങ്ങൾ വന്നു ചേർന്നിരിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഇത്. അവർ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അവർക്ക് അത് ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് കാരണമാകും. ഈ നക്ഷത്രക്കാർ ആരാണ് എന്നും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി വരാഹി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ നക്ഷത്രമായി പറയുന്നത് അശ്വതി നക്ഷത്രമാകുന്നു. അശ്വതി നക്ഷത്രക്കാർക്ക് ശനിയുടെ അനുകൂലത ഈ വർഷം മുഴുവൻ തുടരുന്നതിനാൽ സാമ്പത്തികമായ ഉന്നമനം പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷം തന്നെയാണ് എന്ന് പറയാം. നിക്ഷേപങ്ങൾക്കും തൊഴിൽപരമായ വളർച്ചയ്ക്കും സ്ഥാനക്കയറ്റത്തിനും ശനിയുടെ ബലം കാരണം ആകുന്നതുമാണ്. ഏപ്രിൽ അവസാനം വരെ വ്യാഴം ജന്മരാശിയിൽ തുടരുകയാൽ മാനസികമായ ചില ക്ലേശങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. എന്നിരുന്നാലും ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ശുഭകരമായ വർഷമായി തന്നെ മാറും. വളരെയധികം സൗഭാഗ്യങ്ങൾ, പ്രധാനമായും നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ, ബിസിനസ്സിൽ നേട്ടങ്ങൾ, അതേപോലെ തന്നെ കർമ്മ മേഖലയിൽ ഉയർച്ച തുടങ്ങിയ കാര്യങ്ങൾ വന്ന് ചേരാവുന്നതാകുന്നു. ആഗ്രഹിച്ച പല കാര്യങ്ങളും ഈ വർഷം നേടിയെടുക്കുവാൻ സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല വഴികളിലൂടെ ധനം വന്ന് ചേരാവുന്നതാകുന്നു. വിവാഹം, അതേപോലെ വസ്തു, വീട്, വാഹനം തുടങ്ങിയ കാര്യങ്ങൾ വാങ്ങുവാൻ അനുകൂലമായ ഒരു വർഷം തന്നെയാണ് 2024. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് പൂയം നക്ഷത്രമാകുന്നു. പൂയം നക്ഷത്രക്കാർക്കും പ്രധാനമായും ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾക്ക് സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു വർഷം തന്നെയാകുന്നു. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രമായതിനാൽ തന്നെ പ്രായേണ ഇക്കൊല്ലം ഗുണാനുഭവങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കുന്ന സമയമാകുന്നു. ഈ സമയം നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ആ ക്ലേശങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുന്ന സമയമാകുന്നു. മാനസികപരമായ പ്രശ്നങ്ങൾ, തൊഴിൽപരമായി അതേപോലെ ബിസിനസ് പരമായി നേരിട്ടിരുന്ന ആ ക്ലേശങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും. എന്നാൽ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന കാര്യമാകുന്നു. അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരും. കച്ചവടത്തിൽ ലാഭം ഉയരുന്നതാകുന്നു. വസ്തു, വീട്, വാഹനം തുടങ്ങിയ കാര്യങ്ങൾ വാങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കും. അസാധ്യമെന്ന് കരുതിയ കാര്യങ്ങൾ സാക്ഷാത്കരിക്കുവാൻ നിങ്ങൾക്ക് 3-ലെ കേതുവിന്റെ സാന്നിധ്യത്താൽ സാധിക്കുന്നതാകുന്നു. അതിനാൽ ഈ കാര്യവും ശ്രദ്ധയോടെ ഓർത്തിരിക്കേണ്ട ഒന്ന് തന്നെയാണ്. ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. അത് നിങ്ങൾക്ക് അനുകൂലമായി തീരുകയും ചെയ്യും. ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് അനിഴം നക്ഷത്രമാകുന്നു. അനിഴ നക്ഷത്രക്കാർക്ക് വളരെയധികം അനുകൂലമായ സമയമാണ് വന്നു ചേരുക. ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ വീട്, സ്ഥലം, വസ്തു, വാഹനം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വാങ്ങുവാൻ സാധിക്കുന്ന അവസരമാണ് ഇത്. കൃത്യമായ ആസൂത്രണത്തോടെ ഏത് കാര്യം ചെയ്യുകയാണ് എങ്കിലും അതിൽ സമ്പൂർണമായ അല്ലെങ്കിൽ പൂർണ്ണമായ ഫലം ലഭിക്കുക തന്നെ ചെയ്യും. ധനപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. ആരോഗ്യപരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അവസരമാണ് എന്ന് തന്നെ പറയാം. ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന പല ദുരിതങ്ങളും ഒഴിവായി ജീവിതത്തിലേക്ക് ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഇത്. അവിവാഹിതരായ വ്യക്തികൾക്ക് വിവാഹ സാധ്യത വർദ്ധിക്കുന്ന സമയം. കൂട്ടുകച്ചവടം ലാഭത്തിലേക്ക് നീങ്ങും. അതേപോലെ തന്നെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടും തൊഴിൽപരമായും ഉയർച്ച നേടുവാൻ സാധിക്കും. വിദേശത്തും നാട്ടിലും തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാകുന്നു. തൃക്കേട്ട നക്ഷത്രക്കാർക്കും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം. വരുമാന സ്രോതസ് നിലനിർത്തുവാൻ സാധിക്കും. സ്വന്തം കാലിൽ നിലനിൽക്കാനുള്ള ശ്രമങ്ങൾ വിജയത്തിലെത്തിക്കും. അതേപോലെ തന്നെ മത്സരങ്ങളിലും അഭിമുഖങ്ങളിലും വിജയങ്ങൾ നേടുവാൻ സാധിക്കും. യാത്രകളിൽ നിന്നും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. കച്ചവടവുമായി ബന്ധപ്പെട്ട് ലാഭങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം.
കരാറുകളുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരും എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു. രാഷ്ട്രീയം, പൊതുപ്രവർത്തനം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഇത്. കുടുംബജീവിതം ഈ സമയം വളരെ അനുകൂലമായി തീരും. കൂടാതെ ഈ സമയം നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം ഇരട്ടിക്കുന്നു എന്ന പ്രത്യേകതയും ഉണ്ടാകുന്നതാണ്. സമൂഹത്തിൽ നിന്നും അംഗീകാരങ്ങൾ നേടിയെടുക്കുവാൻ ഈ സമയം ഇവർക്ക് സാധിക്കുക തന്നെ ചെയ്യും. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ഉത്രട്ടാതി നക്ഷത്രമാകുന്നു. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് അനുകൂലമായ സമയമാണ് ഇത്. ഈ സമയം ഇവർക്ക് വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും. പ്രധാനമായും രാഹുവും ശനിയും പ്രതികൂലത തുടരുന്ന വർഷമാണ്. എങ്കിലും ആദ്യ പകുതിയിൽ നേട്ടങ്ങൾക്ക് വളരെയധികം മുൻതൂക്കം ലഭിക്കുന്ന സമയമാകുന്നു. ഭൂമി ലാഭം, ഗൃഹനിർമ്മാണ ആരംഭം, സാമ്പത്തിക ഉന്നതി എന്നിവ സിദ്ധിക്കുന്ന വർഷം. തൊഴിൽ തേടുന്നവർക്ക് അനുകൂലമായ സമയം. ആദായ മാർഗം തുറക്കപ്പെടുന്ന അവസരം കൂടിയാണ് ഇത്. ആ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഏത് കാര്യങ്ങൾ ജീവിതത്തിൽ വരികയാണ് എങ്കിലും എതിർപക്ഷം ഉണ്ടാവുക തന്നെ ചെയ്യും. അവയെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് വിനോദയാത്ര നടത്തുവാനുള്ള അവസരങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. ഊഹക്കച്ചവടത്തിൽ നിന്നും നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ വന്ന് ചേരുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം. ഈ സമയം അല്പം ശ്രദ്ധയോടെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ വളരെയധികം നേട്ടങ്ങൾ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന വർഷമാണ് എന്ന് തന്നെ പറയാം. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ഭരണി നക്ഷത്രമാകുന്നു. ഭരണി നക്ഷത്രക്കാർക്ക് അനുകൂലമായ സമയമാണ് ഈ വർഷം, അതായത് പുതുവർഷം. പുതുവർഷത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന കാര്യം ഇവർ ഓർത്തിരിക്കേണ്ടതാകുന്നു. സ്വന്തം അഭിപ്രായം അനുസരിച്ച് പ്രവർത്തിക്കുവാനും പല കാര്യങ്ങൾ കുടുംബത്തെ കൊണ്ടും അതേപോലെ ഇവർ ഇഷ്ടപ്പെടുന്ന വ്യക്തികളെ കൊണ്ട് അംഗീകരിപ്പിക്കുവാൻ സാധിക്കും. തൊഴിൽ തുടങ്ങുവാനും നിലവിലെ സംരംഭങ്ങളിൽ വിജയം നേടുവാനും സാധിക്കും. സാമ്പത്തികപരമായ ക്ലേശങ്ങൾക്ക് പരിഹാരം വന്നു ചേരും. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം വന്നു ചേരും. ജോലി തേടുന്നവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ജോലി നേടുവാൻ സാധിക്കും. ആദായമാർഗം തുറന്ന് കിട്ടുന്നതാകുന്നു. വസ്തു, വീട്, വാഹനം, അതേപോലെ തന്നെ അത്തരത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഇത്. ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് തിരുവോണം നക്ഷത്രമാകുന്നു. തിരുവോണം നക്ഷത്രക്കാർക്ക് അനുകൂലമാണ് ഈ സമയം. പ്രധാനമായും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ കച്ചവടം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ അനുകൂലമായ സമയമാകുന്നു. ബിസിനസ് വിപുലീകരിക്കുവാൻ സാധിക്കും. അതേപോലെ ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഇച്ഛാശക്തി വർദ്ധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇത്. പുതിയ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കും. നിങ്ങളെ വിജയപഥത്തിലേക്ക് എത്തിക്കുവാൻ അത് സഹായകരമായി മാറും. നല്ല കൂട്ടുകാരെ നിങ്ങൾക്ക് കിട്ടുന്നതാകുന്നു. അഥവാ പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. സാമ്പത്തിക ക്ലേശങ്ങൾ പരിഹരിച്ച് സാമ്പത്തികപരമായ ഉയർച്ച വന്നു ചേരും. വിദ്യാഭ്യാസം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുകൂലമായി മാറുന്ന സമയമാകുന്നു. വിദ്യാർത്ഥികൾക്കും അനുകൂലം തന്നെയാണ് ഇത്. വസ്തു വാങ്ങുവാൻ, ഗൃഹനിർമ്മാണം, കൂടാതെ വാഹനം തുടങ്ങിയ കാര്യങ്ങൾ വാങ്ങുവാൻ അനുകൂലമാണ് സമയം. ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ സാമ്പത്തികപരമായി വളരെയധികം ഉയർച്ച നേടുവാൻ സാധിക്കും. ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. വിദേശത്തെ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ പോലും വളരെ കൂടുതലാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി പരാമർശിക്കാൻ പോകുന്നത് ദോഷകരമായ ഫലങ്ങൾ വന്നു ചേർന്നിരിക്കുന്ന നക്ഷത്രക്കാരെ കുറിച്ചാകുന്നു. ദോഷഫലം എന്ന് പറയുമ്പോൾ അത് അവരുടെ സാമ്പത്തികപരമായോ അല്ലാതെയോ ഉള്ള പ്രശ്നങ്ങളെക്കുറിച്ചല്ല പരാമർശിക്കുന്നത്. ഈ നക്ഷത്രക്കാർക്ക് അപകട സാധ്യത വളരെ കൂടുതലാകുന്നു. അപകട സാധ്യത എന്ന് പറയുമ്പോൾ വാഹനാപകടത്തിനും അതേപോലെ തന്നെ വൈദ്യുതി, ജലം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും കർമ്മമേഖലയിൽ അപകടങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്ന കാര്യമാണ് ഇവർ ചെയ്യേണ്ടത്. ഇവരുടെ മറ്റ് കാര്യങ്ങൾ സാമ്പത്തികപരമായ നേട്ടങ്ങളും മറ്റും വന്നു ചേരുന്ന നക്ഷത്രക്കാർ തന്നെയാണ് ഇവർ. എന്നാൽ ഈ കാര്യങ്ങൾ അപകട സാധ്യത എന്ന കാര്യത്തെക്കുറിച്ച് മാത്രമാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത് എന്ന കാര്യം ഏവരും ഓർക്കുക. അതിൽ ആദ്യത്തെ നക്ഷത്രം മകം നക്ഷത്രമാകുന്നു. മകം നക്ഷത്രക്കാർക്ക് 2024 സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാണ്. എങ്കിലും ഇത്തരത്തിൽ അപകട സാധ്യത അല്പം കൂടുതലാകുന്നു. ഈ സമയം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ വളരെയധികം ധനപരമായ നഷ്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. ആശുപത്രി വാസത്തിന് പോലും സാധ്യത കൂടുതലാണ് എന്ന് പറയാം. പ്രധാനമായും വാഹനാപകടത്തിനും ജലവുമായി ബന്ധപ്പെട്ട അപകടങ്ങൾക്കും സാധ്യത വളരെ കൂടുതലാകുന്നു.
മറ്റൊരു നക്ഷത്രം പുണർദം നക്ഷത്രമാകുന്നു. പുണർദം നക്ഷത്രക്കാരും 2024 വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു. അതല്ല എങ്കിൽ നിങ്ങൾക്ക് പ്രധാനമായും വന്നു ചേരുക വാഹനാപകടത്തിനുള്ള സാധ്യതയും അതേപോലെ തന്നെ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട അപകടങ്ങൾക്കുമാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. കൂടാതെ പലരെയും വിശ്വസിച്ച് അവരിൽ നിന്നും ചതി സംഭവിക്കാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ പൂയം നക്ഷത്രക്കാർക്കും ഇത്തരത്തിലൊരു ഫലം വന്ന് ചേർന്നിരിക്കുകയാണ്. രാജയോഗതുല്യമായ ഫലങ്ങൾ വന്നു ചേരും എങ്കിലും ഇവർക്ക് അപകട സാധ്യത തള്ളിക്കളയുവാൻ സാധിക്കുന്നതല്ല. അതിനാൽ പൂയം നക്ഷത്രക്കാർ സാമ്പത്തികപരമായ പ്രയാസങ്ങൾ അനുഭവിക്കില്ല എങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവർക്ക് വന്ന് ചേരാവുന്നതാകുന്നു. വാഹനാപകടത്തിനും അതേപോലെ തന്നെ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് അപകടങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു. ആശുപത്രി മാസം മൂലം ധനപരമായ നഷ്ടങ്ങൾക്ക് സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രം ചതയം നക്ഷത്രമാണ്. ചതയം നക്ഷത്രക്കാർക്കും പ്രധാനമായും സാമ്പത്തികപരമായ പ്രയാസങ്ങൾ പ്രധാനമായും ബാധിക്കില്ല എങ്കിൽ പോലും ഇത്തരം അപകടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. അതിനാൽ വളരെയധികം ശ്രദ്ധ പുലർത്തി ഏത് കാര്യവും ചെയ്യുക. പ്രധാനമായും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് എങ്കിൽ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതാകുന്നു. അതല്ല എങ്കിൽ നിങ്ങൾക്ക് വാഹനാപകടത്തിന് സാധ്യത കൂടുതലാകുന്നു. ജലവുമായി ബന്ധപ്പെട്ടും അപകടത്തിന് സാധ്യത കൂടുതലാകുന്നു. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്കും ഇത്തരത്തിൽ വാഹനാപകടത്തിനും അതേപോലെ ജലവുമായി ബന്ധപ്പെട്ട് അപകടത്തിനും സാധ്യത വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ടത് ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക എന്ന കാര്യമാകുന്നു. മറ്റൊരു പരിഹാരത്തെക്കുറിച്ച് പിന്നീട് പറയാം. അതേപോലെ തന്നെ ഉത്രാട നക്ഷത്രക്കാർക്കും അപകട സാധ്യത വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന സമയമാകുന്നു. ഇവർക്ക് പ്രധാനമായും വന്നു ചേരുന്ന അപകടം എന്ന് പറയുന്നത് വാഹനാപകടത്തിനും അതേപോലെ തന്നെ ജലം, വൈദ്യുതി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അപകടങ്ങൾക്കുമാകുന്നു. ധനപരമായ നഷ്ടം ഒരു വ്യക്തിയെ വിശ്വസിച്ചത് മൂലമുള്ള കാരണമായി വന്ന് ചേരാവുന്നതാകുന്നു. അതിനാൽ ആ കാര്യവും ശ്രദ്ധിക്കുക. വിശാഖം നക്ഷത്രക്കാർക്കും ഇത്തരത്തിലൊരു അപകട സാധ്യത വന്ന് ചേരുന്ന വർഷമാണ് 2024. വൈദ്യുതിയും ജലവും അതേപോലെ തന്നെ വാഹനവുമായി ബന്ധപ്പെട്ട അപകടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. അതിനാൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കൂടാതെ ധനപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ ധനനഷ്ടം സംഭവിക്കാനും സാധ്യത കൂടുതലാകുന്നു. ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാർ ഏവരും ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിക്കുന്നതിനോടൊപ്പം നിങ്ങൾ തീർച്ചയായും ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എല്ലാ മാസവും നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസം നടത്തുകയും അതേപോലെ തന്നെ ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസം നടത്തി പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ഈ ഫലങ്ങളിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായും വ്യത്യാസങ്ങൾ വന്നു ചേരും.